ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കണ്ട ഒരു ഫിലിമിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിച്ച കൂലി മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. എന്റെ കൂടെ ഉള്ളത് ശരണാണ്. ശരൺ, എങ്ങനെയുണ്ട് പടം? സിനിമ അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു ആസ് എ വ്യൂവർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. ഒരു വൺ ടൈം തീരെ മോശമല്ല സിനിമ. എന്നാൽ ഒരുപാട് അടിപൊളി സിനിമയാണെന്നും പറയാൻ പറ്റും. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടിട്ട് അത് ആവറേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. കാരണം എനിക്ക് ഇതിന്റെ ഫേവറേറ്റ്, എനിക്ക് ഈ സിനിമ കാണണമെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ എക്സൈറ്റഡ് ആയത് ഒരൊറ്റ നെയിമേ ഉള്ളൂ, അത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നുള്ള ആ ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ അത് ഓഫ്കോഴ്സ് ലോകേഷിനെ പോലെ ഒരു ഡയറക്ടർ കൂടെ ആകുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ആ ഒരു ആസ്പെക്റ്റിൽ അത്ര ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെന്നൊരു ചെറിയൊരു ഇതുണ്ട്. എന്താണ് അഭിപ്രായം? ഇതേപോലെയാണോ അതോ വേറെ എന്തെങ്കിലും? സംഭവം പടം കൊള്ളാം. പടം ആവറേജ് പടമാണ്. ഭയങ്കര സംഭവമല്ല, വൺ ടൈം വാച്ചബിൾ ആണ്. ആവറേജ് ആണെങ്കിലും പടം കാണാൻ കൊള്ളില്ല എന്നൊരു അഭിപ്രായമൊന്നുമില്ല. വൺ ടൈം വാച്ചബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാറിന്റെ പടം ആയതുകൊണ്ട് മാത്രമാണ് പോയി ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. പക്ഷെ ലോകേഷിന് ഇങ്ങനെ ഒരു സംഭവമൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഇതല്ല ലോകേഷിന്റെ ഒരു രീതി, ഇങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകേഷിന്റെ എലിമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള കൈലി, ലിയോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ റേഞ്ചൊന്നും എത്തിയിട്ടുള്ളതായിട്ട് തോന്നിയില്ല. സൂപ്പർ സ്റ്റാർ ബാക്കിയുള്ള എല്ലാവരും അവരവർക്ക് ചെയ്യേണ്ട ലെവലിൽ അവരവര് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്രേ പറയാൻ ഉള്ളൂ ഇതില്. അപ്പൊ ഇതില് കുറച്ച് പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ചെറിയ സ്ഥലത്തൊക്കെ നന്നായിട്ട് ഒരു ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ അവിടെയൊക്കെ അനിരുദ്ധിന്റെ മ്യൂസിക് ആണ് കുറച്ചുകൂടി ഈ സിനിമയെന്ന് സേവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ചില സീനൊക്കെ കുറച്ച് എലിവേറ്റ് ആയത്. കാരണം ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നെങ്കിൽ പല സ്ഥലത്ത് ഭയങ്കര ഫ്ലാറ്റ്. പീക്ക് ലെവലിൽ അത് പോകുന്നില്ല. പീക്ക് ലെവലിൽ നമ്മൾ പോകുന്ന വിചാരിക്കും, പക്ഷെ ആ ലെവലിൽ പോകുന്നില്ല. എന്നുവെച്ചാൽ ഒരു നമ്മള് വിചാരിക്കും ഇപ്പൊ എന്തോ സംഭവിക്കുന്ന വിചാരിക്കും, പക്ഷെ പ്രത്യേകിച്ച് മെയിൻലി ഇതിലെനിക്ക് ചിലപ്പോ കുറച്ച് സ്പോയിലർ ആയിരിക്കും, എന്നാലും ഇതില് ഫ്ലാഷ് ബാക്ക് കുറച്ച് സീൻസ് ഉള്ളതാണെങ്കിൽ കുറച്ച് ഹൈലൈറ്റ്. അത് കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ പഴയ ഭാഷയും പിന്നെ വേറെ മറ്റേ പഴയൊരു പടമുണ്ട് മന്നൻ ഒക്കെ ഉള്ള പോലെ, അങ്ങനത്തെ കുറച്ച് മാസ് ആയിട്ടുള്ള സംഭവങ്ങൾ മുമ്പും ഇങ്ങനെ കൂലിയായിട്ടൊക്കെ പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മ വരുന്ന രീതിയിലാണ്. സ്റ്റൈലൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്തത് കൊള്ളാം. ആ ഭാഗത്ത് എഡിറ്റ് ചെയ്ത് പഴയ സ്റ്റൈൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം. പിന്നെ ഇതില് മെയിനായിട്ട് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ടിങ്, എല്ലാവരുടെ അവരുടെ റോൾസ് നന്നായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. റോൾസ് നന്നായിട്ട് ചെയ്തു, പക്ഷെ ഒരു കാര്യം ഇല്ലാത്ത കുറെ റോൾസ് എടുത്തിട്ടുണ്ട്. പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്നിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള കാര്യം, ഇതിലൊരു മെയിൻ ആയിട്ടൊരു ആക്ടറിനെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അദ്ദേഹം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ പുള്ളിയെ കൊണ്ടുവന്നിട്ട് എന്താണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇത് ഈ സിനിമ ഇത്രയും സ്റ്റാർസ് ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ പലർക്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് അതുകൊണ്ടായിരിക്കും. കാരണം ഇതിപ്പം ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മാത്രമായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത് വലിയ കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. സംഭവിച്ച ഇതിൽ കുറെ പേരുണ്ട് കേട്ടോ, ഒരു ആവശ്യമില്ലാതെ കുറെ എണ്ണം ഉണ്ട്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമീർ ഖാനൊക്കെ എന്തിനാണോ കൊണ്ടിട്ടേക്കുന്നത്, ഒരു കാര്യമില്ല. അമീർ ഖാനൊക്കെ ആണെങ്കിൽ വരുന്നതും കണ്ട് ഹെലികോപ്റ്ററിലൊക്കെ വരുന്ന വരവ് കണ്ട് നിന്ന് തീർന്നു. റോക്കി ഭായനൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയാണ് വരുന്നതും കണ്ട് മലയോരം ഭീഷണിപ്പെടുത്തിയപ്പോ തന്നെ പുള്ളി മതിയായി. പിന്നെ മറ്റേ മരുഭൂമിയിൽ ഇതിട്ടേക്കുന്ന
സാരി എന്തിനാണോ എന്തോ അത് ചിലപ്പോ കണ്ടോണ്ടിരുന്ന പലരും ഇതേപോലെ ആലോചിച്ച് കാണും. കാരണം ഈ ഇത്രയും വലിയ കോൺഫറൻസ് റൂമിലുള്ള സെറ്റപ്പ് ഒക്കെ മരുന്ന് കൊണ്ടിട്ടേ നട്ടുച്ച ഞാൻ വിചാരിച്ചു നട്ടുച്ച വെയിലത്ത് ഇരുന്ന് കോൺഫറൻസ് മീറ്റിംഗ് നടത്താനെന്ന് തോന്നുന്നു. പുള്ളി വന്ന് എല്ലാരെയും ഓടിച്ചു വിട്ട് ചെറവറ എന്ന് പറഞ്ഞ് 10 വെടിയും വെച്ച് എല്ലാരെയും അവിടുന്ന് വെടിവെച്ച് കൊണ്ടുവന്നവന്മാര് കഷ്ടപ്പെട്ട് ഇവിടെ വരെ കൊണ്ടുവന്നു. പിന്നെ മറ്റേ നാഗാർജുന അടിപൊളിയായിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി രജനീകാന്തിനേക്കാൾ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സ് പുള്ളിക്കാണ് കൊടുത്തത് പോലെ തോന്നി. രജനീകാന്തിന് കുറച്ചുകൂടി സ്റ്റൈലിഷ് എലിമെന്റ്സ് കൊടുക്കാമായിരുന്നു, പക്ഷെ അവര് കൊടുത്തില്ല. അത് ലോകേഷിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇതാണ്. മറ്റേ ഇപ്പം ഇതിന് നാഗാർജുന അത്ര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് മെയിൻ ഹീറോയെ കാണിച്ചിരിക്കുന്നത് കുറച്ച് സാധാരണ ഒരാളാണ്. അപ്പം അത് ഇനിയിപ്പം സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിട്ട് ഈ കോട്ടൺ സ്യൂട്ടും കൊടുക്കാൻ പറ്റത്തില്ല. സ്റ്റൈലിഷ് അല്ല, പുള്ളിക്ക് കുറച്ച് നമ്മുടെ മറ്റേ എലിമെന്റ്സ്, ഈ എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ അത് ഉണ്ട്. ആ ഒരു എനിക്ക് എന്താ പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ ആണ്. അത് ഉണ്ട് പക്ഷെ എങ്കിലും കുറച്ചുകൂടി ചെയ്യാമായിരുന്നു ചോദിച്ചാൽ ഡയറക്ടർ അത് തന്നെയാണ് പറയുന്നത്. ലോകേഷിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നത്. ഉപേന്ദ്ര കുഴപ്പമില്ല, പുള്ളിയുടെ റോള് എല്ലാരെയും അമീർ ഖാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത റോളാണെങ്കിൽ പോലും അവരവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ആ സീൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പോലും സിനിമയ്ക്ക് യാതൊരു പ്രശ്നവും വരുത്തുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ സൗബിന് അത് രക്ഷയില്ല. സൗബിന് നല്ല ആക്ടിംഗ് സ്ക്രീൻ സ്പേസ് അത്യാവശ്യം. നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഫിലിം ആക്ടേഴ്സിനെ പൊക്കി പറയുന്നില്ല. അതിപ്പോ ജയിലർ നോക്കി കഴിഞ്ഞാലും ശരി, ഇത് ഈ കൂലിയിൽ നോക്കിയാലും ശരി, രണ്ടിലെയും വില്ലൻസ് ഒക്കെ ഒരേ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവര് തന്നെയാണ്. അവരുടെ വർക്ക് നല്ല പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതില് മെയിനായിട്ട് ഒരു പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക് വലിയൊരു റോള് തന്നെയാണ് അതിനകത്ത്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് സിനിമയെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റീവ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രീവിയസ് ലോകേഷിന്റെ കഴിഞ്ഞ മൂവീസ് ആയിട്ടുള്ള കമ്പാരിസൺ വലിയൊരു സംഭവമല്ല. ഇപ്പൊ നിങ്ങള് ഇപ്പൊ കണ്ട എല്ലാരും, ഞാൻ ഉൾപ്പെടെ എല്ലാരും സിനിമ കണ്ടോണ്ടിരുന്നപ്പോ തന്നെ എവിടെ ഒഫീഷ്യലി ആരും പറഞ്ഞില്ലെങ്കിലും LCU അതിനകത്ത് വരുന്ന ഒരു സിനിമയാണ് ഇതെന്നൊരു പ്രതീക്ഷയിൽ കണ്ടോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. സ്റ്റോറി കുറച്ചുകൂടെ ക്ലാരിറ്റി വരണം. ഇത് എന്താണ് ഇതിന്റെ വൺ ലൈൻ സ്റ്റോറി എന്ന് കണ്ട ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് റിവെഞ്ച് സ്റ്റോറിയാണോ, അല്ലെങ്കിൽ ഇതിന് ഈ റിവെഞ്ചിനകത്ത് ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ നമുക്ക് മുമ്പ് കണ്ടിട്ടുള്ള സിനിമ ഏതെങ്കിലുമൊക്കെ സിനിമയായിട്ട് സാദൃശ്യം തോന്നിയേക്കാം. അതിനകത്ത് ഒരു ട്വിസ്റ്റ്. സത്യം പറഞ്ഞ പേട്ടയ്ക്ക് ജയിലറിനുണ്ടായത് പോലെയാണ്. അല്ല, അത് പേട്ടയുടെ ഷെയ്ഡ് ഉണ്ട്. പേട്ടയുടെ ഒരു ഷെയ്ഡും ജയിലറിന്റെ ഒരു ഷെയ്ഡും രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഓഡിയൻസിന്റെ ഒരു വ്യൂ പോയിന്റ് നിന്നുകൊണ്ട് ഒരു സിനിമ അവർക്ക് ഡയറക്ടറിന് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതല്ല. എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കാണുന്ന ആൾക്കാരാണല്ലോ ഇതിന്റെ റിസൾട്ട് കൊടുക്കുന്നത്. അപ്പം അത് അവർക്കും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു സിനിമ കൊടുക്കാമായിരുന്നു. ഒരു ആവറേജ് ഫീൽ. ഇപ്പൊ ഞാൻ ആവറേജ് എന്ന് പറയാനായിട്ടുള്ള റീസൺ, നമ്മുടെ ലിയോയും പിന്നെ കൈദിയും വിക്രമൊക്കെ എടുത്ത ഒരാള് നിന്ന് രജനീകാന്ത് പോലെ ഇത്രയും വലിയ ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കിട്ടുമ്പോ അത് അതിനേക്കാൾ മടങ്ങുന്ന രീതിയിൽ എത്തേണ്ടതായിരുന്നു. പേഴ്സണലി ഞാൻ ഇത് രജനീകാന്ത് എന്ന് പറയുന്ന ആക്ടറിനെയും കൂടെ ലോകേഷ് ഡയറക്ട് ചെയ്യാൻ പോകുന്ന കേട്ടപ്പം LCUലോട്ട് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ടോപ്പ് സ്റ്റാർസ് എല്ലാരും ആയി. അപ്പം ചിലപ്പോ അത് LCU തീരുന്ന സിനിമ എല്ലാ സ്റ്റാർസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷെ അത് തമിഴ് സിനിമയിലൊന്നും അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, എനിക്ക് ശ്രുതിഹാസനെ വലിയ ഇഷ്ടമുള്ള നായികയൊന്നുമില്ല. എന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ പുള്ളിക്കാരി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി
അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കിടലൻ ഒരു അവാർഡ് ലെവൽ അഭിനയാണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും നന്നായിട്ട് ആ ക്യാരക്ടർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സ്റ്റാറിന്റെ സിനിമയില് പൊതുവെ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് അത്ര വലിയ സ്പേസ് കിട്ടാതെ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ലോകേഷിന്റെ ഫിലിമില് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീമെയിൽ പുള്ളിക്കാരിക്ക് നല്ലൊരു നല്ലൊരു സ്ക്രീൻ സ്പേസും ഉണ്ട്. ഓഫ്കോഴ്സ് ഒരുപാട് ആക്ട് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ശ്രുതി ഹാസൻ അത്യാവശ്യം നല്ലൊരു ആക്ട്രസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഏഴാം അറിവ് ഫിലിമില് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഏഴാം അറിവ് ഒരു നല്ലൊരു ശതമാനം ശ്രുതി ഹാസനാണ് അതിൽ പേര്. അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ചില റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതില് എനിക്ക് അല്ല ശ്രുതി ഹാസൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു നായികയാണെങ്കിൽ പോലും പുള്ളിക്കാരി നല്ല സിനിമകളുണ്ട്. ഇപ്പം പറഞ്ഞ ഏഴറിവ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത്. പിന്നെ മുമ്പ് ഞാൻ 3 സിനിമ കണ്ടപ്പോഴും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് തോന്നിയ ഒരു ആക്ട്രസ്സാണ്. അതുപോലെ തന്നെ ഇതില് ഒരുപാട് ആക്ട് ചെയ്യാനുള്ളൊരു സ്കോപ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതില് നല്ലൊരു കാര്യമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ആവശ്യമില്ലാതെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പോസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി ഇതിലില്ലായിരുന്നു. കാരണം അത് പറയുന്ന റീസൺ ആ സിനിമ ഇതിൽ തന്നെ മറ്റേ നമ്മുടെ സൗബിന്റെ വൈഫായിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഒരു മലയാളി ആക്ട്രസ് അല്ലേ? ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം നല്ല ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന അതിന്റെ ചെറിയ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം, അതൊക്കെ നന്നായിട്ടുണ്ടായത്. അപ്പം ഈ സിനിമയിൽ ടോട്ടലി ഫീമെയിൽ ക്യാരക്ടേഴ്സ് അത്യാവശ്യം ഓവറോൾ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ് കോർ രജനി ഫാൻസിന് അത് എൻജോയ് ചെയ്ത് കാണുമെങ്കിലും അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിലൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. കാരണം ഒരു സിനിമ ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂട്രൽ ഫാൻസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ സിനിമ ഹിറ്റ് ആവുള്ളൂ. അപ്പൊ എന്തായാലും ആ ഹാർഡ് കോർ ഫാൻസിന് ചെറിയ ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും മിക്സഡ് റിവ്യൂസ് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരിക്കാം, ചാൻസ് ഉണ്ട്. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൺ ടൈം കാണാം. അതുകൊണ്ട് വേറൊരു വിഷയം എന്ന് വെച്ചാലേ രജനീകാന്തിന്റെ ഹാർഡ് കോർ ഫാൻസിന് എപ്പോഴും ഇഷ്ടം നമ്മുടെ മറ്റേ പുള്ളിയുടെ കുറെ സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം സത്യം പറഞ്ഞ എന്തിനു ശേഷം അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് ആ ഒരു കഥയ്ക്കും ആ ഒരു ഇതിനൊക്കെ അത് സൂട്ടബിൾ ആയിരുന്നു. മനസ്സിലായില്ലേ സംഭവം? ശരിയാണ്. എന്നുവെച്ചാൽ അതിലൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കാരണം ഇപ്പൊ പുള്ളിയുടെ ഒരു ടൈമിലെ പടം മൊത്തം അങ്ങനെയാണ് പോയി. ഇപ്പം വേറൊരു കാര്യം, ഇപ്പം കബാലി നോക്കിക്കഴിഞ്ഞാൽ കബാലി പുള്ളി ആക്ടിങ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ കബാലി നല്ല മൂവിയാണ്, പുള്ളിക്ക് അതിൽ അവാർഡ് കിട്ടിയതാണ്, നല്ല രീതിയിൽ ആക്ട് ചെയ്തു. പക്ഷെ രജനീകാന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവങ്ങള് ഇപ്പോഴത്തെ ഇതിൽ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഒറ്റ ഇതില് പോകുമ്പോ ഒരു ഒട്ടുമിക്ക ഏത് സിനിമ നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ സ്റ്റൈലോ ഡയലോഗ്സോ പഞ്ച് ഡയലോഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പടങ്ങളിൽ അത് കുറവാണ്. മെയിനായിട്ട് അത് സിനിമയുടെ മൊത്തത്തിലൊരു ട്രെൻഡ് മാറി എന്നുള്ളത് അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് ഈ പറയുന്ന പഴയ ഹിറ്റ് സിനിമയൊക്കെ സെയിം കഥ ഇപ്പം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ അത് ശരിക്കും പറഞ്ഞ അണ്ണാത്തെ ഫിലിം അതുപോലത്തെ ഒത്തിരി സ്റ്റോറീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് സിനിമ പുള്ളി തന്നെ ഒരു 30 years ബിഫോർ ഒക്കെ ഇഷ്ടം പോലെ സിനിമ ചെയ്യുന്ന ഒരുപാട് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ ഒരു സംഭവം ഇപ്പൊ കൊണ്ടുവന്നപ്പോ അത് ഹിറ്റ് ആയില്ല. അപ്പൊ അത് സിനിമയുടെ ഒരു ചേഞ്ച്, ട്രെൻഡ് മാറും, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് തന്നെ വ്യത്യാസം വരും. ഓവറോൾ നമുക്ക് പറയാം സിനിമ കാണുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന എന്താണ് ലോകേഷ് LCU അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു ഒരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അല്ലാതെ പക്ഷെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു കഥ സംഭവങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ പടം കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നല്ലൊരു പടം കാണണമെന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. പക്ഷെ ആവറേജ് ആണ്.
എന്ന് വെച്ചാൽ കൊള്ളില്ല എന്നല്ല അതിന്റെ അർത്ഥം. നല്ല പടമാണ്, തിയേറ്ററിൽ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ. അല്ലാതെ അതെ ഒരു അതെ കഷ്ണം അതെ അത് കൊള്ളില്ല അതുകൂടെ എന്ന്. പറയണം. കാരണം ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെയാണ്. ഇതൊക്കെ OTT കണ്ടു കഴിഞ്ഞാൽ അതെ, പിന്നെ OTT കാണാനുള്ള അത് സംഭവമൊന്നുമില്ല, OTT തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടം OTT തന്നെയാണ്. കാണാനുള്ള സിനിമയല്ല. കാരണം ഇത് അതായത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ നഷ്ടമൊന്നുമില്ല. എക്സ്പീരിയൻസ് വേണ്ട സിനിമ തന്നെയാണ്. അതെ, നഷ്ടമൊന്നുമില്ല, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പടം ആക്ടിങ് ബേസിലൊക്കെ നോക്കി കഴിഞ്ഞാലും ക്ലീൻ ആണ്, വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും കാണുന്ന സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഷെയർ ചെയ്യുക. എന്തായാലും അപ്പോ അടുത്ത വീഡിയോ കാണും വരെ